നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് പ്രധാന റോഡിലെ തടസ്സങ്ങൾ നീക്കുന്ന പ്രവൃത്തികളിൽ MLA താലൂക്ക് സഭയിൽ പുരോഗതി തേടി. നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവൃത്തികൾ ചർച്ച ചെയ്യാനായി NGIL കമ്പനിയിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ആചാരാനുഷ്ഠാനത്തിന്റെയും മതവിശ്വാസത്തിന്റെയും ഭാഗമായി കാലാന്തരങ്ങളായി നടത്തിവരുന്ന ആന എഴുന്നള്ളിപ്പുകൾക്കും ചടങ്ങുകൾക്കും മറ്റും ഹൈക്കോടതി വിധി മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പൂരം ആസ്വാദക സംഘത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് പ്രധാന റോഡിലെ തടസ്സങ്ങൾ നീക്കുന്ന പ്രവൃത്തികളിൽ MLA താലൂക്ക് സഭയിൽ പുരോഗതി തേടി. ചരിത്ര പ്രാധാന്യമുള്ള അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗതാഗത കുരുക്കുകൾക്ക് സാധ്യത ഉണ്ടെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ ET ടൈസൺ MLA അറിയിച്ചിരുന്നു. എത്രയും വേഗം പരിഹരിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ PWD റോഡ്സ്, PWD ബ്രിഡ്ജ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് MLA പരാമർശിച്ച സ്ഥലം സന്ദർശിച്ച് 15 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് സഭയിൽ ET ടൈസൺ MLA PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ TA നീരജിനോട് പുരോഗതി തേടിയത്. കഴിഞ്ഞ ദിവസം നിർദ്ദിഷ്ട സ്ഥലം പരിശോധിച്ച് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഓഫീസർ മറുപടി നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, കൊടുങ്ങല്ലൂർ തഹസിൽദാർ K രേവ തുടങ്ങി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ താലൂക്ക് സഭയിൽ പങ്കെടുത്തു. നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവൃത്തികൾ ചർച്ച ചെയ്യാനായി NGIL കമ്പനിയിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ V സുചിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സൗമ്യ, നാഷണൽ സേഫ്റ്റി കൗൺസിൽ G നന്ദകുമാർ, NGIL കമ്പനി ഡിവിഷൻ ഹെഡ് പോലീസ് സെബാസ്റ്റ്യൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. 15 കമ്പനികളിൽ നിന്നായി 50ഓളം പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു. തുടർന്ന് പ്രതിനിധികൾ ഗാർഡൻ ഫാക്ടറി എന്ന ബ്രാൻഡ് ചെയ്തിട്ടുള്ള NGIL കമ്പനി സന്ദർശിച്ചു. 25 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന NGIL കമ്പനിയുടെ 45% ഭാഗവും പരിസ്ഥിതി സൗഹൃദ സംരക്ഷണ പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തുടരുകയാണ്. 3-ാം ദിവസം സോപാന സംഗീതം, ശീവേലി, മഹാനാരായണീയ പാരായണ യജ്ഞം എന്നിവ നടന്നു. 5-ാം ദിവസം ചൊവ്വാഴ്ച ആനച്ചമയ പ്രദർശനവും 11-ന് ഏകാദശിയും ആഘോഷിക്കും. 13-ന് ആറാട്ട്, കാർത്തിക ദീപക്കാഴ്ച ചടങ്ങുകളും 14-ന് വൈകിട്ട് അയ്യപ്പൻ വിളക്കാഘോഷവും നടക്കും. ആചാരാനുഷ്ഠാനത്തിന്റെയും മതവിശ്വാസത്തിന്റെയും ഭാഗമായി കാലാന്തരങ്ങളായി നടത്തിവരുന്ന ആന എഴുന്നള്ളിപ്പുകൾക്കും ചടങ്ങുകൾക്കും മറ്റും ഹൈക്കോടതി വിധി മൂലമുണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നും പൂർവിക ആചാരപ്രകാരം ആന എഴുന്നള്ളിപ്പുകളും ചടങ്ങുകളും പൂരങ്ങളും മറ്റും നിലനിർത്താൻ സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പൂരം ആസ്വാദക സംഘത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ വൈസ് പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, പൂരം പ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, ഭരതൻ, നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി മുൻ സെക്രട്ടറി രാമചന്ദ്രൻ, മുരളീധരൻ ചാത്തനാത്ത്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിജയ ശശി, ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, കലാപരിപാടികൾ, അന്നദാനം എന്നിവ നടന്നു. CK സതീശൻ, KV വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. പരവിജ്ഞാനികളുണ്ടോ
വരുന്നവരും ശ്രീ ഗുരുമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി വാദങ്ങൾ. അയൺ ആൻഡ് സ്റ്റീൽ വിപണന രംഗത്ത് വിശ്വാസ്യതയുടെയും വിലക്കുറവിന്റെയും 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി സ്റ്റീൽ വേൾഡ് മാള പട്ടാളപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. മാള എന്നും ഒരു പട്ടണവൽക്കരിക്കുന്ന ഒരു പഞ്ചായത്തായിക്കൊണ്ട് തന്നെ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. നമുക്കറിയാം, വികസനം എന്ന് പറഞ്ഞാൽ മാളയുടെ ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. മാള എന്ന് പറഞ്ഞ് തന്നെ കേരളത്തിനായാലും ഒരു പേര് കേട്ട ഒരു പഞ്ചായത്തായി തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതിൻ്റെ ആ നല്ലൊരു സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ മാളയുടെ ഒരു ചങ്കായ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെയാണ് വ്യാപാരികളുടെയായ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിനും ഒരു വികസനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇത് നിലച്ചു പോകുന്നതല്ല, ഇത് തുടർന്ന് ഒരു പടർന്ന് പന്തലിച്ചു പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. കാരണം ഇന്ന് അടിക്കടി കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇവിടെ ഇന്ന് സ്റ്റീൽ വേൾഡിൻ്റെ ആ സ്ഥാപനം എന്ന ഇതിൽ ഉള്ളത്. അത് എന്നും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും സമൂഹത്തിന് ഒരു മാതൃകയായുള്ള ഒരു വിൽപ്പന നടത്താൻ സാധിക്കട്ടെ. വൈസ് പ്രസിഡന്റ് ടി.പി. രവീന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി.ടി. പാപ്പച്ചൻ, സ്റ്റീൽ വേൾഡ് മാനേജ്മെന്റ് ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ റൂഫിംഗ് ഷീറ്റുകൾ ഏതളവിലും സ്റ്റീൽ വേൾഡിൽ ലഭ്യമാണ്. കൂടാതെ GPGI ട്യൂബുകൾ, കമ്പി, പട്ട, ആംഗിൾ, ചാനലുകൾ, സിമന്റ് എന്നിവയും ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ലഭ്യമാക്കുന്നു. സ്റ്റീൽ വേൾഡിന്റെ ബ്രാഞ്ചുകൾ റേഡിയൻ റൂഫിംഗ് സൊല്യൂഷൻസ് മാഞ്ഞാലി, സ്റ്റീൽ വേൾഡ് കൊടുങ്ങല്ലൂർ, മാഞ്ഞാലി. അപ്പോൾ അതേപോലെ തന്നെ മാള പൊതുവെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, അഗ്രികൾച്ചർ ഏരിയ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും ഉതകുന്ന തരത്തിലുള്ള എല്ലാ മെറ്റീരിയലും വളരെ വേഗത്തിൽ തന്നെ അതേപോലെ തന്നെ കമ്പനി വിലക്ക് സപ്ലൈ ചെയ്യാനും ഞങ്ങൾക്ക് കഴിയും. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അമ്പൂക്കൻ ബ്രദേഴ്സ്, ജോസ് സാർ, വർഗീസ് സാർ, അളിയൻ ജോസ്, ഇവരെല്ലാവരും തന്നെയാണ് ഞങ്ങൾ വളരെയധികം, ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഈ രീതിയിൽ കെട്ടിപ്പടുക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അഴീക്കോട് മുനയ്ക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് പ്രധാന റോഡിലെ തടസ്സങ്ങൾ നീക്കുന്ന പ്രവൃത്തികളിൽ MLA താലൂക്ക് സഭയിൽ പുരോഗതി തേടി.
നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവൃത്തികൾ ചർച്ച ചെയ്യാനായി NGIL കമ്പനിയിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ആചാരാനുഷ്ഠാനത്തിന്റെയും മതവിശ്വാസത്തിന്റെയും ഭാഗമായി കാലാന്തരങ്ങളായി നടത്തിവരുന്ന ആന എഴുന്നള്ളിപ്പുകൾക്കും ചടങ്ങുകൾക്കും മറ്റും ഹൈക്കോടതി വിധി മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നെട്ടിശ്ശേരി ക്ഷേത്ര പരിസരത്ത് പൂരം ആസ്വാദക സംഘത്തിന്റെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.